നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവിധ സഹായവും ചെയ്തു തരിക. പെരുന്നയിൽ ഇന്നും ചർച്ച. പെരുന്നയിൽ അനുനയ ചർച്ചയാണ് നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പെരുന്നയുമായി വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അങ്ങനെ കോൺഗ്രസിനകത്ത് നിന്നിട്ട് നായർ കമ്മ്യൂണിറ്റി പറയുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം മുൻ മന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്നു, വനം വകുപ്പ് മന്ത്രിയായിരുന്നു, പരിസ്ഥിതി മന്ത്രിയായിരുന്നു, ജലവിഭവ മന്ത്രി. അവരുടെ വലിയ പരിണതപ്രജ്ഞനാണ്. കോൺഗ്രസിനകത്തെ വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. NSSുമായി നല്ല ബന്ധത്തിലുള്ള ആളാണ്. അപ്പോൾ എന്താണ് NSSൻ്റെ ഈ ഇടത് ചായ്വ് ഉണ്ടെന്ന് 100% NSS പറയുന്നില്ല. പക്ഷേ മാധ്യമങ്ങളെല്ലാം അങ്ങനെ ആഘോഷിച്ചാണ് ഇടത് ചായ്വിലേക്ക് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇടത്തോട്ട് ചായ്ച്ച് നിർത്തിയിരിക്കുന്ന NSSനെ അങ്ങനെ ഇടത്തോട്ട് ചാഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചാഞ്ഞു? എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ അതിൽ നിന്ന് വിട്ടു? പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് അനുകൂല നിലപാടുകൾ സമദൂരം പറയുമ്പോഴും ഈ BJP വരുന്നത് വരെ സമദൂരമൊക്കെ പറഞ്ഞാലും അത് കോൺഗ്രസ്സിന് പലപ്പോഴും അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് വരാൻ സാധ്യതയുണ്ടായിരുന്നത്. എന്നാൽ NSSൻ്റെ സംഗീത് കുമാർ, തിരുവനന്തപുരത്തുള്ള സംഗീത് കുമാർ, അദ്ദേഹം NSSൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെല്ലാവരോടും തുല്യ ദൂരം തന്നെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷത്തോടും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ സംഗീത് കുമാർ പറയുമ്പോൾ പിന്നെ ശാസ്തമംഗലം മോഹനെ പോലെയുള്ള കോൺഗ്രസ്സിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികളിലുള്ള ആളുകൾ NSSലുണ്ട്. അപ്പോൾ അങ്ങനെ NSSൽ നിൽക്കുന്ന സാഹചര്യത്തിൽ NSSൻ്റെ പെരുന്നയിൽ നടക്കുന്ന ഈ അനുനയ ചർച്ച രഹസ്യമായ ചർച്ചയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ സൗഹൃദപരമായ നല്ല ചർച്ചയായിരിക്കും. എന്താണ് ഈ NSSന് കോൺഗ്രസ്സിനോട് ഒരു അതൃപ്തി ഉള്ളത്? എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? എങ്ങനെ അത് മാറ്റാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും നടക്കുന്നത്. അങ്ങനെ ചർച്ച നടന്നു കഴിയുമ്പോൾ വീണ്ടും പെരുന്നയിൽ നിന്ന് പ്രസ്താവന വരുമോ? ഞങ്ങൾ ഇടത്തോട്ടും പോയിട്ടില്ല, വലത്തോട്ടും പോയിട്ടില്ല, ഞങ്ങൾ നടുക്കെത്തുകയാണ്, സമദൂരത്തിലെത്തുകയാണെന്നുള്ള ചർച്ച വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ആപ്റ്റായ ഒരു പേഴ്സണാണ്. അത് കഴിഞ്ഞാൽ PJ കുര്യനുണ്ട്. അത് കഴിഞ്ഞാലല്ല, അതോടൊപ്പം തന്നെ PJ കുര്യനുണ്ട്. പിന്നെ അതുപോലെ രമേശ് ചെന്നിത്തല നല്ല ബന്ധത്തിലുള്ള ആളാണ്. K മുരളീധരൻ നല്ല ബന്ധത്തിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഒത്തിരി നേതാക്കൾ അവരുമായി നല്ല ബന്ധമാണ് NSSുമായിട്ടുള്ളത്. ആ ബന്ധത്തിലുള്ള ഒരാളെയാണ് ഇപ്പോൾ KPCC ചുമതലപ്പെടുത്തിയിട്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പോയിരിക്കുകയാണ്. ഇനി ആ ചർച്ചകൾ നടക്കട്ടെ. രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടക്കും. ഇങ്ങനെ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് പലരും തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്തായാലും മഞ്ഞുരുകുമോ? കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നം NSSനുണ്ടെങ്കിൽ അത് ഉരുകി തീർന്ന് വീണ്ടും കോൺഗ്രസിനെയും സഹായിക്കുന്ന ഒരു സമദൂര നിലപാടിലേക്ക് NSS വരുമോ? എന്തായാലും സമദൂരം മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ശരിദൂരത്തിലേക്ക് പോയതിൽ നിന്ന് പിന്മാറി വീണ്ടും സമദൂരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ അത് കോൺഗ്രസ്സിന് പ്രയോജനം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ? അനുനയം ഇനി ആരൊക്കെ വഴി, എപ്പോഴൊക്കെ വഴി തുടരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട വിഷയങ്ങളാണ്. എന്തായാലും മനോഹരമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ LDFലെ മന്ത്രിമാരാരെങ്കിലും, വാസവനടക്കമുള്ള മന്ത്രിമാരുണ്ട്, ആരെങ്കിലുമൊക്കെ അവിടെ പോയി ചർച്ച ചെയ്യുമോ എന്നും കാണണം. ഇപ്പോൾ എന്തായാലും പെരുന്ന നല്ല തിരക്കിലാണ്. പെരുന്നയിൽ ഈ വലിയ തോതിലാണ് ചർച്ചകൾ നടക്കുന്നത്. NSSും SNDPയും വീണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയ വർത്തമാനം.